എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്മൈൽ മെഡിറ്റേഷൻ ആണ്. സ്മൈൽ മെഡിറ്റേഷൻ്റെ ഉപജ്ഞാതാവ് കൊറിയൻ സയൻറ്റിസ്റ്റും അഭിനവ ഋഷിയും ആയ പാർക്ക് ജെ വു ആണ്. ഈ മെഡിറ്റേഷൻ ത്രിഗുണങ്ങളെ, അതായത് സത്വ, രജസ്, തമസ് ഗുണങ്ങൾ ഉത്തേജിപ്പിക്കുന്നതിനും തമോ ഗുണത്തെ കുറച്ച് സത്വഗുണത്തെ കൂട്ടുന്നതിനും ഹാപ്പി ഹോർമോൺസായ ഓക്സിറ്റോസിൻ, ഡോപ്പാമിൻ, സെറോട്ടോണിൻ, എൻഡോർഫിൻ എന്നീ ഹാപ്പി ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കുന്നതിനും അതുവഴി സന്തോഷകരവും ആരോഗ്യകരവും ആയ ജീവിതം കെട്ടിപ്പടുക്കുന്നതിനും വേണ്ടിയുള്ളതാവുന്നു. പ്രപഞ്ചത്തിലെ സൃഷ്ടികളെല്ലാം ത്രിഗുണാത്മകമാണ്. അതായത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇവ സ്വഭാവ സവിശേഷത അടിസ്ഥാനമാക്കിയാണ് ഇങ്ങനെ 3 ഗുണങ്ങളായി തിരിച്ചിരിക്കുന്നത്. സത്വഗുണത്തിൻ്റെ ലക്ഷണങ്ങൾ പരിശുദ്ധി, അറിവ്, സന്തോഷം, നല്ല ചിന്തകൾ, പ്രവൃത്തികൾ, എന്തിനേയും പോസിറ്റീവായി കാണാനുള്ള കഴിവ്, സംതൃപ്തി, കുലീനത, നന്മ, വിനയം, ബഹുമാനം, സ്നേഹം, സമത്വഭാവന, ആത്മീയ ജ്ഞാനം എന്നിവയാണ്. രജോ ഗുണം എന്തെന്നാൽ പ്രവർത്തിക്കാനുള്ള കഴിവ്. അതെല്ലാ ജീവജാലങ്ങൾക്കും അത് ആവശ്യമാണ്. കാരണം ആഗ്രഹവും മോഹവും എല്ലാം എല്ലാ ജീവികൾക്കും ഉണ്ട്. അത് നേടണമെങ്കിൽ പ്രവർത്തനം ഉണ്ടായേ പറ്റുള്ളൂ. ആത്മീയജ്ഞാനം നേടാൻ അല്പം വിമുഖതയായിരിക്കും രജോ ഗുണ പ്രധാനികൾക്ക്. തമോ ഗുണത്തിൻ്റെ പ്രത്യേകതകൾ എന്തെന്നാൽ അലസത, മടി, അജ്ഞത, നെഗറ്റീവായ വീക്ഷണം, എന്തിനേയും നെഗറ്റീവായി മാത്രം നോക്കിക്കാണുക, അച്ചടക്കമില്ലായ്മ, അഹംഭാവം, ദ്രോഹം, അക്രമം, കാമക്രോധ മോഹങ്ങൾ എല്ലാം കൂടുതലായിരിക്കും. ആഹാര ജീവിത രീതികൾ നിയന്ത്രിക്കുകയും ധ്യാന രീതികൾ പരിശീലിക്കുകയും ചെയ്യുന്നതുകൊണ്ട് രജസ്തമോ ഗുണങ്ങളെ കുറയ്ക്കാൻ സാധിക്കുന്നു. അതിനുള്ള വളരെ പ്രധാനപ്പെട്ട മെഡിറ്റേഷനാണ് സ്മൈൽ മെഡിറ്റേഷൻ. 3ാമത്തെ മുദ്ര, അതായത് എൻലൈറ്റ്മെൻറ്റ് മുദ്ര. ആ മുദ്രയിൽ നല്ല ചിരിച്ചുകൊണ്ട് മന്ത്രം ഉച്ചരിക്കുമ്പോൾ ഫേഷ്യൽ മസിൽസ് സ്റ്റിമുലേറ്റഡ് ആവുകയും ഫേഷ്യൽ മസിൽസിൽ നിന്നും ബ്രെയിനിലേക്ക് കണക്ട് ചെയ്യുന്ന ന്യൂറോൺസ് എല്ലാം സ്റ്റിമുലേറ്റഡ് ആവുകയും അങ്ങനെ ഹോർമോൺസ് പുറപ്പെടുവിക്കാനുള്ള പ്രവർത്തനം ബ്രെയിനിൽ നടക്കുകയും ഹാപ്പി ഹോർമോൺസ് ആയിട്ടുള്ള ഓക്സിറ്റോസിൻ, ഡോപ്പാമിൻ, എൻഡോർഫിൻ, സെറോട്ടോണിൻ എന്നീ ഹോർമോണുകൾ ചെറിയ അളവിൽ, നമുക്ക് ആവശ്യമായ അളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. എന്താണ് ഹാപ്പി ഹോർമോൺസ്, അതെങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതൊന്ന് പരിശോധിക്കാം. മനസ്സുകൊണ്ട് ചിരിക്കുകയും ചിന്തകൾ കൊണ്ട് ആഹ്ലാദിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് സന്തോഷം എന്നതിൻ്റെ ഡെഫിനിഷൻ. ഡോപ്പാമിൻ ഹോർമോൺ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ പാട്ട് കേൾക്കുമ്പോൾ, നല്ല സിനിമ കാണുമ്പോൾ, ഇഷ്ടമുള്ളവരെ കാണുമ്പോൾ, മനോഹരമായ മറക്കാനാവാത്ത ഓർമ്മകളിലേക്ക് മനസ്സ് പാറിപ്പറക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം, സന്തോഷം തോന്നാറില്ലേ? അതിന് കാരണം ഡോപ്പാമിൻ ഹോർമോൺ ആണ്. അതുകൊണ്ട് ഇതിനെ ഫീൽ ഗുഡ് ഹോർമോൺ എന്നും പറയുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ബ്രെയിനിലെ റിവാർഡ് സിസ്റ്റത്തിൽ ഒരു നിർണായക പങ്ക് വഹിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ കൂടിയാണ് ഈ ഹോർമോൺ. അതുകൊണ്ട് ഡോപ്പാമിനെ റിവാർഡ് കെമിക്കൽ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. അതായത് ഒരു നല്ല ജോലി ചെയ്തു കഴിയുമ്പോൾ ലഭിക്കുന്ന പ്രശംസ, നാം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പ്രശംസ, ഇവയെല്ലാം ഡോപ്പാമിൻ്റെ അളവ് വർദ്ധിക്കുവാൻ കാരണമാകുന്നു. ഡോപ്പാമിൻ്റെ കുറവാണ് പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടാവാൻ കാരണം. കൈയോ കാലോ ശരീരം മുഴുവനായിട്ടോ വിറയ്ക്കുന്നതാണ് പാർക്കിൻസൺസ് ഡിസീസ്. അങ്ങനെയുള്ളവർ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ ഫലപ്രദമായിരിക്കും. ഓക്സിറ്റോസിൻ, ലവ് ഹോർമോൺ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സന്തോഷം നൽകാനും ഇവ സഹായിക്കും. ആലിംഗനം ചെയ്യുക, ചുംബിക്കുക, ശരീരത്തിൽ തട്ടി സ്നേഹം പ്രകടിപ്പിക്കുക മുതലായവ ഓക്സിറ്റോസിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുകയും സന്തോഷം ലഭിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട ആളുകളുമായി സമയം ചെലവഴിക്കുന്നതിലൂടെ ഓക്സിറ്റോസിൻ ഉൽപ്പാദനം നടക്കുന്നു. പ്രസവിച്ച അമ്മയ്ക്കും കുഞ്ഞിനുമിടയിൽ ആത്മബന്ധം
ഉടലെടുക്കുന്നത് ഈ ഹോർമോണിൻ്റെ സാന്നിധ്യം ആണ്. സെറോട്ടോണിൻ പെട്ടെന്ന് ഉറക്കം നൽകാനും ദഹനശേഷി വർദ്ധിപ്പിക്കുവാനും നല്ല വിശപ്പ് നിലനിർത്തുവാനും ഇവ സഹായിക്കുന്നു. സെറോട്ടോണിൻ്റെ കുറവ് മൂലം വിഷാദം ഉണ്ടാകുന്നു. പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിലൂടെയും സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. എൻഡോർഫിൻസ് ഇത് ശരീരത്തിലെ സ്വാഭാവിക വേദനാസംഹാരിയാണ്. സ്ട്രെസ്, വേദന, മാനസിക സമ്മർദ്ദം എന്നിവയെ നേരിടാൻ ഈ ഹോർമോൺ നമ്മളെ സഹായിക്കുന്നു. ധ്യാനം, ചിരി, വ്യായാമം, യോഗാസനങ്ങൾ മുതലായവയിലൂടെയും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നതിലൂടെയും എൻഡോർഫിനുകളുടെ ഉൽപ്പാദനത്തെ കൂട്ടാൻ സഹായിക്കുന്നു. ഈ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന മെഡിറ്റേഷനാണ് സ്മൈൽ മെഡിറ്റേഷൻ. മുദ്രയും മന്ത്രവും ചിരിയും സംയോജിപ്പിച്ച് ചെയ്യുമ്പോഴാണ് ഈ ഹോർമോണുകൾ പുറപ്പെടുവിക്കാനുള്ള പ്രവർത്തനങ്ങൾ ബ്രെയിനിൽ നടക്കുന്നത്. സ്മൈൽ മെഡിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ട് ത്രിഗുണങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുകയും സത്വഗുണം വർദ്ധിക്കുകയും തമോ ഗുണം കുറയുകയും അതോടൊപ്പം ഹാപ്പി ഹോർമോൺസ് ആയിട്ടുള്ള ഈ 4 ഹോർമോണുകൾ ബോഡിയിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. സാധാരണ ജീവിതത്തിൽ ഇത് നേരത്തെ പറഞ്ഞ പ്രകാരമുള്ള കാരണങ്ങൾ കൊണ്ടാണ് ശരീരത്തിൽ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പക്ഷേ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് മറ്റൊരു കാരണവുമില്ലാതെ ഈ 4 ഹോർമോണുകളും നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതുവഴി നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കുന്നു. ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ രോഗങ്ങളും ക്രമേണ മാറുന്നു. അസുഖങ്ങളൊന്നും വരാതിരിക്കുന്നു. അതുകൊണ്ട് ഈ മെഡിറ്റേഷൻ എല്ലാവരും എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്. മുദ്രയുണ്ട്, മന്ത്രമുണ്ട്. മുദ്ര എന്ന് പറയുമ്പോൾ തള്ളവിരലും ചൂണ്ടുവിരലും, തള്ളവിരലും മോതിരവിരലും, തള്ളവിരലും നടുവിരലും, അങ്ങനെ 3 മുദ്രകൾ. ഇനി ചൂണ്ടുവിരൽ രജോ ഗുണം, നടുവിരൽ സത്വഗുണം, മോതിരവിരൽ തമോ ഗുണം. അപ്പൊ നമ്മൾ മുദ്ര എങ്ങനെയാണെന്ന് വെച്ചാൽ ചൂണ്ടുവിരലും തള്ളവിരലും കൂടെ ചേർത്ത് മന്ത്രം ആ എന്നുള്ള ശബ്ദമാണ് രജോ ഗുണത്തിന്റെ. മോതിരവിരൽ തമോ ഗുണത്തിൻ്റെത് ഊ ആണ് മന്ത്രം. നടുവിരൽ ഇത് സത്വഗുണത്തിൻ്റെയാണ്. എൻലൈറ്റ്മെന്റ് മുദ്രയാണിത്. ആകാശമുദ്ര എന്ന് പറയും. അവിടെയാണ് സ്മൈൽ വരുന്നത്. ചിരിച്ചുകൊണ്ട് പറയണം. എന്ന് നീട്ടി പറഞ്ഞിട്ട് മാക്സിമം ചിരിച്ചുകൊണ്ട് പറയണം. സ്മൈൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നതിന്റെ സ്മൈൽ ഇവിടെയാണ് വരുന്നത്. ഇനി തമോ ഗുണം നമ്മൾ കുറയ്ക്കും. അത് രണ്ടാമത് നമ്മൾ ആയും എയും മാത്രം പറയും. ആദ്യം നമ്മൾ ആ ഊ എ, പിന്നീട് നമ്മൾ കുറച്ച് ഇത് ചെയ്തതിന് ശേഷം ഊ നമ്മൾ വിടുന്നു, ആയും എയും മാത്രം. അങ്ങനെയാണ് തമോ ഗുണത്തെ ഒന്ന് കുറയ്ക്കുന്നത്. ഇങ്ങനെയാണ് മുദ്രയും മന്ത്രവും വരിക. അതില് നമുക്കിതിന്റെ ഗുണം കിട്ടണമെങ്കിൽ നല്ല ചിരിച്ചുകൊണ്ട് പറയണം. ചിരിക്കുമ്പോൾ വെറുതെ ചുണ്ടിങ്ങനെ നീട്ടിയാൽ പോരാ, മൊത്തം നമുക്ക് ചിരി നമ്മുടെ മുഖത്തും നമ്മുടെ ഉള്ളിലും ഒക്കെ വന്നോട്ടെ. അപ്പൊ നമുക്ക് തുടങ്ങാം. തള്ളവിരലും ചൂണ്ടുവിരലും തമ്മിൽ ടച്ച് ചെയ്യുക. അമർത്തി പിടിക്കരുത്, ഒരു ജെന്റ്ലി ടച്ച്. കൈകൾ മലർത്തി പിടിക്കുക. മോതിരവിരൽ നടുവിരൽ നല്ല ചിരിച്ചുകൊണ്ട് വീണ്ടും മോതിരവിരൽ നടുവിരൽ ചിരിച്ചുകൊണ്ട് ഇത് നമ്മൾ ചെയ്ത് അവസാനം വരുമ്പോൾ ഇവിടെയൊക്കെ വേദനിക്കും. വേദനിച്ചെങ്കിലാണ് നിങ്ങൾ നന്നായി ചിരിച്ചു എന്നുള്ളത് മനസ്സിലാവുന്നത്. ചൂണ്ടുവിരൽ
മൂതിരവിരൽ ഊ, നടുവിരൽ ഏ, ചൂണ്ടുവിരൽ ആ, മുതിരവിരൽ ഊ, നടുവിരൽ ഏ, ചൂണ്ടുവിരൽ ആ, മോതിരവിരൽ ഊ, നടുവിരൽ ഏ, ഇനി വിരൽ പറയണ്ടല്ലോ. ഞാൻ ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ മന്ത്രം പറഞ്ഞോളൂ. ആ, ഊ, ഏ, ആ, ഊ, ഏ, ആ, ഊ, ഏ, ആ, ഊ, ഏ, ഇനി മോതിരവിരൽ വിടുന്നു. അതായത് തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം ആണ് ഇനി അത് മാത്രമാണ് ചെയ്യാൻ പോണത്. ചൂണ്ടുവിരൽ, തള്ളവിരൽ അവ, നടുവിരൽ ഏ, ആ, ഏ, ആ, ഏ, ആ, ഏ, ആ, ഏ, ആ, ഏ, കൈകൾ റബ്ബ് ചെയ്ത് കണ്ണുകൾക്ക് മുകളിൽ വയ്ക്കുക. ശ്വാസം ദീർഘമായി എടുത്ത് വിടുക.
ആജ്ഞാചക്രത്തിലേക്ക് ശ്രദ്ധിക്കുക. കണ്ണുകൾ സാവധാനം തുറക്കുക.